നമസ്കാരം. ഫരീദ് ജാസാണ്. ഇന്ന് നമുക്കൊരു പുസ്തകം പരിചയപ്പെടാം. ഏതാണ്ട് 15 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കയ്യിലെത്തപ്പെട്ട ഒരു പുസ്തകമാണ്. ആ കാലഘട്ടത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. വായന വളരെയേറെ രുചിയോടെ വായിച്ച ഒരു കാലഘട്ടമാണ്. ചില പുസ്തകങ്ങളൊക്കെ വലിയ പുസ്തകങ്ങളൊക്കെ ഒരാഴ്ച, 2 ആഴ്ച കൊണ്ടൊക്കെ ഞാൻ വായിച്ചു തീർക്കുമായിരുന്നു ആ കാലഘട്ടത്തിൽ. അപ്പോൾ ആ കാലഘട്ടത്തിൽ എത്തപ്പെട്ടൊരു പുസ്തകം എന്ന നിലയിൽ തന്നെ പെട്ടെന്ന് വായിച്ചു തീർക്കുകയും വളരെയേറെ വളരെയേറെ ആകാംക്ഷയോടെ അല്ലെങ്കിൽ വളരെയേറെ എന്താ പറയുക ഉത്സാഹത്തോടെ വായിച്ചു തീർക്കപ്പെട്ടൊരു പുസ്തകമാണ്. എന്തുകൊണ്ട് ഈ പുസ്തകം ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ വീണ്ടും പ്രേക്ഷകർക്ക് മുമ്പിൽ പറയുന്നു എന്ന് വെച്ചാൽ ഈ മാസത്തിൻ്റെ പ്രത്യേകത. ഈ മാസം റബീഉൽ അവ്വലാണ്. അപ്പോൾ റബീഉൽ അവ്വലിൽ അറബി മാസം ജനിച്ച ജനിച്ച മുഹമ്മദ് മുസ്തഫ റസൂലിൻ്റെ ഒരു ജന്മദിന സമയമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഒരു പുസ്തകം. ഡോക്ടർ മുഹമ്മദ് ഹുസൈൻ ഹൈക്കൽ എഴുതിയ ഈ പുസ്തകം ഈജിപ്ഷ്യൻ എഴുത്തുകാരനാണ്. എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകമാണ്. അതിൻ്റെ വിവർത്തനം മലയാളത്തിലേക്ക് നടത്തിയിരിക്കുന്നത് KP കമാലുദ്ദീൻ, വി അബ്ദുൽ കബീർ, ഇങ്ങനെ 2 പ്രതിഭകൾ കൂടിയാണ് അതിന് വിവർത്തനം നടത്തിയിരിക്കുന്നത്. മുഹമ്മദ് നബിയുടെ അറേബ്യൻ ചരിത്രങ്ങളിൽ എല്ലാ ജനങ്ങൾക്കും വായിക്കപ്പെടേണ്ട ഒരു വലിയ മഹത്തായ ഒരു കൃതി തന്നെയാണിത്. അതിൻ്റെ എല്ലാ വശങ്ങളിലേക്കും വലിയ കെട്ടുകഥകളൊന്നും ഇതിൽ പറയപ്പെടുന്നില്ല. ശരിയായ നടന്ന സംഭവങ്ങളെക്കുറിച്ചുള്ള ഒരു ചരിത്രപരമായ ഗണിതത്തിലൂടെ കാഴ്ചവെക്കുന്ന ഒരു പുസ്തകം. എല്ലാവരും വായിക്കപ്പെടേണ്ട ഒരു പുസ്തകം തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളൂ. അത് ഞാൻ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇടക്കാലത്ത് എനിക്ക് കിട്ടിയ ഒരു പുസ്തകമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവചരിത്ര സംഗ്രഹം. സഫിയുദ്ദീൻ റഹ്മാൻ മുബാറക്പൂരി എന്ന ഉത്തരേന്ത്യൻ എഴുത്തുകാരൻ എഴുതിയ ഒരു പുസ്തകമാണ്. അതിന് വിവർത്തനം എഴുതിയിരിക്കുന്നത് മുഹമ്മദ് സലീം സുല്ലമി എന്ന വ്യക്തിയാണ്. അപ്പോൾ ഇതും എൻ്റെ കയ്യിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഇതും ഏതാണ്ട് സമാനമായ ഒരു ചരിത്രങ്ങൾ പറഞ്ഞു പോകുന്ന പുസ്തകമായതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോയിട്ടുള്ളൂ. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് വായിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ കൂടുതൽ മനസ്സിലാക്കിയത് മുഹമ്മദ് എന്ന ആദ്യത്തെ പുസ്തകം തന്നെയാണ്. പിന്നീട് എനിക്ക് രണ്ടാമത് എൻ്റെ കയ്യിൽ വന്നുപെട്ട ഒരു ചരിത്രമായതുകൊണ്ട് തന്നെ വീണ്ടും എനിക്ക് വായിക്കപ്പെടേണ്ടി വന്നു എന്നത് തന്നെ. എന്നാൽ പൂർണ്ണമായിട്ടും വളരെ അഗാധ തലത്തിലേക്കൊന്നും ഞാൻ അത് വായിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഈ പുസ്തകങ്ങൾ കണ്ടെത്തി വായിക്കാൻ ശ്രമിക്കുക. അതോടൊപ്പം തന്നെ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ല നല്ല വീഡിയോകളും ഇതുപോലുള്ള പുസ്തകങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ, ബൈ.